ഒരു കുറ്റവാളിയെ പിടിക്കുന്നതിനായി 11 രാജ്യങ്ങളിലെ പോലീസുകാർ മിനക്കെട്ട് ശ്രമിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തെ പിടിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമായിരുന്നില്ല. അഥവാ പിടിക്കപ്പെട്ടാൽ പോലും ജയിലിനുള്ളിൽ VIP പോലെ കഴിയുന്നതിനും തന്ത്രപരമായി ജയിൽ ചാടി രക്ഷപ്പെടുന്നതിനും അദ്ദേഹത്തിന് ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. ഒരു തവണ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സുരക്ഷതയുള്ള തീഹാർ ജയിലിൽ നിന്ന് പോലും ജയിൽ ചാടി അദ്ദേഹം രക്ഷപ്പെട്ടു. അദ്ദേഹത്തെ കാണാൻ ഒരു ഫ്രഞ്ച് മോഡലിനെ പോലെയായിരുന്നു. ആരെയും ആകർഷിപ്പിക്കുന്ന സംസാര ശൈലി ഉണ്ടായിരുന്നതിനാൽ ആരെയും വളരെ വേഗം സൗഹൃദത്തിലാക്കാനും അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. ചില സമയങ്ങളിൽ അദ്ദേഹം ഒരു ബിസിനസ്സുകാരനെ പോലെയായിരുന്നു. ചില സമയങ്ങളിൽ ഒരു നയതന്ത്രജ്ഞനെ പോലെയൊക്കെ ചുറ്റി നടക്കും. എന്നാൽ യഥാർത്ഥത്തിൽ അദ്ദേഹം തുടർ കൊലപാതക പരമ്പരകൾ നടത്തുന്ന ഒരു സീരിയൽ കില്ലറായിരുന്നു. കൂടുതലും സ്ത്രീകളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇര. വിഷം നൽകി കൊന്ന ശേഷം അവരുടെ പക്കലുള്ള വിലപിടിപ്പുള്ളവ കവർച്ച ചെയ്ത് അവരുടെ മേൽവസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി ബിക്കിനിയിൽ ഉപേക്ഷിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ശൈലി. ആയതിനാൽ തന്നെ ബിക്കിനി കില്ലർ എന്നൊരു വിളിപ്പേരുമുണ്ട്. 1972 മുതൽ 1976 വരെയുള്ള 4 വർഷങ്ങൾക്കിടയിൽ മാത്രം അദ്ദേഹം തായ്ലാൻഡ്, ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, ഗ്രീസ്, നേപ്പാൾ എന്നിവിടങ്ങളിലായി 24 പേരുടെ ജീവൻ അപഹരിച്ചു. അദ്ദേഹത്തെ ലോകം കുപ്രസിദ്ധ കുറ്റവാളി ചാൾസ് ശോഭരാജ് എന്ന് വിളിച്ചു. നമ്മളിന്ന് ഈ ടെല്ലിംഗ് ഹിസ്റ്ററിയിലൂടെ പറയുന്നത് ഒരു കാലത്ത് മാതാപിതാക്കളുടെ സ്നേഹത്തിനായി അത്രത്തോളം കൊതിച്ചിരുന്ന ഒരു കുട്ടി പിൽക്കാലത്ത് മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലായതിൻ്റെ കഥയാണ്. ചാൾസ് ശോഭരാജിൻ്റെ കഥ. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. 1944 ഏപ്രിൽ 6 വിയറ്റ്നാമിലെ സൈഗോണിലാണ് ചാൾസ് ശോഭരാജ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ഹാർചന്ദ് ഭവാനി ഗുരുമുഖ് ചാൾസ് ശോഭരാജ് എന്നായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും വിയറ്റ്നാമിൽ ജനിച്ച കുട്ടിക്ക് എങ്ങനെ ഒരു ഇന്ത്യൻ ടച്ചുള്ള പേര് കിട്ടിയെന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഇന്ത്യയിൽ നിന്നുള്ള ഒരു ബിസിനസ്സുകാരനായ ശോഭരാജ് ഹാർചന്ദ് ഭവാനി ആയിരുന്നു. അമ്മ ലാങ്ഫിങ് ഒരു വിയറ്റ്നാമുകാരിയുമായിരുന്നു. അങ്ങനെ ഹാഫ് ഇന്ത്യനും ഹാഫ് വിയറ്റ്നാമീസുകാരനുമായിട്ടായിരുന്നു ചാൾസ് ശോഭരാജ് വിയറ്റ്നാമിൽ ജനിച്ചത്. എന്നാൽ ചാൾസ് ശോഭരാജിൻ്റെ ജനനം മുതൽ മാതാപിതാക്കളുടെ ബന്ധത്തിൽ വിള്ളലുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. വളരെ വൈകാതെ അവൻ്റെ 3ാമത്തെ വയസ്സിൽ അവർ വേർപിരിയുകയും ചെയ്തു. താമസിക്കാതെ തന്നെ ചാൾസിൻ്റെ അമ്മ ഒരു ഫ്രഞ്ച് ആർമി ഓഫീസറായ ആൽഫ്രഡ് ഡാനിയോയെ വിവാഹം കഴിച്ചു. അതോടെ ചാൾസിനെ അവൻ്റെ രണ്ടാനച്ഛനായ ആൽഫ്രഡ് ഡാനിയോ ദത്തെടുത്ത് അവൻ്റെ അമ്മയോടൊപ്പം ഫ്രാൻസിലേക്ക് അവനെ കൊണ്ടുപോയി. എന്നാൽ ചാൾസിന് അവിടെ ഒരു പരിഗണനയും ഉണ്ടായിരുന്നില്ല. ഒരു കുട്ടി പ്രതീക്ഷിക്കുന്ന വാത്സല്യമോ സ്നേഹമോ ഒന്നും തന്നെ അവൻ അവിടെ നിന്ന് ലഭിച്ചിരുന്നില്ല. അവൻ ഒരു അന്യനെ പോലെയായിരുന്നു ആ വീട്ടിൽ വളർന്നത്. എല്ലായിടങ്ങളിലും അവൻ ഒരു അന്യനെ പോലെ അവഗണിക്കപ്പെട്ടു. വ്യത്യസ്ത വംശപാരമ്പര്യത്തിൽ ജനിച്ചവനായതിനാൽ തന്നെ സ്കൂളിലെ ഫ്രഞ്ച് കുട്ടികൾ അവനെ വേശ്യയുടെ മകൻ എന്ന് വിളിച്ച് കളിയാക്കുമായിരുന്നു. ആയതിനാൽ തന്നെ അവന് സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ മടിയായിരുന്നു. അവൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകുമായിരുന്നുവെങ്കിലും ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് വെറുതെ ഒറ്റയ്ക്ക് ചുറ്റിത്തിരിഞ്ഞ് നടക്കാനായിരുന്നു അവൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നത്. അവൻ്റെ ഉള്ളിലെ ശൂന്യതയും ഏകാന്തതയും അവനെ മറ്റൊരു മനുഷ്യനാക്കി മാറ്റുന്നുണ്ടായിരുന്നു. അവന് ജന്മം നൽകിയ അവൻ്റെ അച്ഛനെക്കുറിച്ച് അവൻ്റെ ഡയറിയിൽ ഇങ്ങനെ എഴുതിയിരുന്നു: "I will force you to regret that you didn't perform a father's duty." അതായത് ഒരച്ഛൻ്റെ കടമ നിർവഹിക്കാൻ കഴിയാത്ത താങ്കളെ കൊണ്ട് ഞാൻ പശ്ചാത്തപിപ്പിക്കും എന്നായിരുന്നു അത്. എന്നാൽ പിന്നീട് അതിന് സമാനമായിരുന്നു അവൻ്റെ ജീവിതവും. അവൻ്റെ പേരായ ചാൾസിനൊപ്പം കൂട്ടിച്ചേർത്തിരുന്ന അവൻ്റെ അച്ഛൻ്റെ പേരായ ശോഭരാജ് ലോകം അറിയപ്പെടുന്ന ഒരു കൊടും കുറ്റവാളിയുടെ പേരാക്കി മാറ്റി. കുട്ടിക്കാലം മുതൽക്കേ മാതാപിതാക്കളുടെ സ്നേഹം ലഭിക്കാതെ ഒറ്റപ്പെട്ടു പോയ അവൻ കുറ്റകൃത്യങ്ങളുടെ ലോകത്തേക്ക് ആകർഷിക്കപ്പെട്ടു. ചെറുപ്പത്തിൽ തന്നെ അവൻ മോഷ്ടിക്കാൻ തുടങ്ങി. ആരെയും സംസാരത്തിലൂടെ പറഞ്ഞു പറ്റിക്കാൻ സമർത്ഥനായി മാറി. മിശ്രവംശജനായതിനാൽ തന്നെ അവന് ഏത് സംസ്കാരവുമായും വളരെ വേഗം പൊരുത്തപ്പെടാൻ കഴിയുമായിരുന്നു. അവൻ വളർന്നപ്പോൾ മോഷ്ടിച്ചും കബളിപ്പിച്ചും കിട്ടുന്ന പൈസ കൊണ്ട് ഹിപ്പികളെ പോലെ നാട് ചുറ്റി സഞ്ചരിക്കുന്നതിനായിരുന്നു ചാൾസ് ശോഭരാജിൻ്റെ പ്രധാന വിനോദം. അദ്ദേഹത്തിന് ഫ്രഞ്ച്, ഇംഗ്ലീഷ്, ഹിന്ദി, വിയറ്റ്നാമീസ് എന്നിങ്ങനെ വിവിധ ഭാഷകൾ അറിയാമായിരുന്നു. അദ്ദേഹത്തിന് മറ്റൊരാളുടെ മുഖഭാവത്തിലൂടെ ആ വ്യക്തി ഏത് തരക്കാരനാണെന്നും ഏത് രീതിയിൽ ഇടപഴകിയാൽ ആ വ്യക്തിയുടെ വിശ്വാസം നേടാം എന്നും ചാൾസ് ശോഭരാജിന് അറിയാമായിരുന്നു. ആയതിനാൽ തന്നെ
വിദേശങ്ങളിലേക്കുള്ള യാത്രകൾ ചെയ്യുമ്പോൾ തനിക്ക് പാട്ടിലാക്കാൻ കഴിയുന്ന ആൾക്കാരെ വാക്കുകൾ കൊണ്ട് വശീകരിച്ച് സൗഹൃദഭാവത്തിൽ വശത്താക്കി അവരുടെ പക്കലുള്ള പണവും യാത്രാപാസുകളും അടിച്ചുമാറ്റി കൈവശപ്പെടുത്തുമായിരുന്നു. അങ്ങനെയിരിക്കെ 1963 ചാൾസ് ശോഭരാജിൻ്റെ 19ാമത്തെ വയസ്സിൽ അദ്ദേഹം ആദ്യമായി പോലീസ് പിടിയിലാകുന്നു. അങ്ങനെ ആദ്യമായി അദ്ദേഹം പാരീസിലെ പോയ്സൺ ജയിലിൽ അടയ്ക്കപ്പെടുന്നു. ജയിലിലെ സഹതടവുകാരോട് പോലും കൃത്രിമ സംഭാഷണത്താൽ താൻ നിരപരാധിയാണെന്നും സാഹചര്യ തെളിവുകൾ തനിക്കെതിരെ തെറ്റായി ആരോപിക്കപ്പെട്ടതാണെന്നും പറഞ്ഞ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ മുന്നിൽ നിസ്സഹായനായ ഒരു നിഷ്കളങ്കനാണെന്ന് അദ്ദേഹം വരുത്തി തീർത്തു. അങ്ങനെ ആ ജയിലിൽ കഴിയുന്ന സമയത്താണ് ഫെലിക്സ് ഡി എസ്കോഡെ എന്ന ധനികനായ ജയിൽ വാളണ്ടിയറിനെ കാണുന്നതും പരിചയപ്പെടുന്നതും. ഈ ഫെലിക്സ് ഡി എസ്കോഡെ ആഴ്ചകൾ തോറും ജയിലിൽ കിടക്കുന്നവർക്ക് നിയമസഹായങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം പാരീസ് നഗരത്തിൽ സമ്പന്ന ജീവിതം നയിച്ചിരുന്നവനും അഴിമതിയും കവർച്ചയും നടത്തുന്ന അധോലോക കണ്ണിയുമായിരുന്നു. ചാൾസ് ശോഭരാജിന് അദ്ദേഹവുമായി നല്ലൊരു സൗഹൃദ ബന്ധം സൃഷ്ടിക്കാൻ കഴിഞ്ഞു. ജയിലിൽ നിന്ന് മോചനായ ശേഷം ചാൾസ് ശോഭരാജ് ആ ഫെലിക്സ് ഡെസ്കോഡെ എന്നയാളുടെ വീട്ടിലായിരുന്നു താമസിക്കാൻ വന്നത്. അതോടെ അവൻ കുറ്റകൃത്യങ്ങളുടെ മറ്റൊരു ലോകത്തേക്ക് കാലെടുത്തു വച്ചു. മുൻപത്തേക്കാൾ ജാഗ്രതയുള്ളവനായി അവൻ മാറി. സമ്പന്നനായ ഫെലിക്സ് ഡി എസ്കോഡയുടെ തിളക്കമാർന്ന ലോകം ചാൾസ് ശോഭരാജിനെ സമൂഹത്തിലെ ഉയർന്ന ആൾക്കാരുമായി ഇടപഴകാൻ അദ്ദേഹത്തിന് ഒരു അവസരമുണ്ടായി. ചാൾസ് എല്ലാവരോടും പറഞ്ഞിരുന്നത് താനൊരു സോഷ്യൽ വർക്കറാണ് എന്നായിരുന്നു. അങ്ങനെ ഒരു പാർട്ടിയിൽ വച്ചാണ് പാരീസിലെ ഒരു കുലീന കുടുംബത്തിലെ ചാന്തൽ കോമ്പാഗ്നോൻ എന്ന സുന്ദരിയായ യുവതിയെ ചാൾസ് ശോഭരാജ് കണ്ടുമുട്ടുന്നത്. ശോഭരാജിൻ്റെ ആകർഷകത്വവും വ്യക്തിത്വവും ചാന്തലിൻ്റെ ഹൃദയം കീഴടക്കി. അങ്ങനെ രണ്ടു പേർക്കുമിടയിൽ ഒരു സൗഹൃദം വളർന്നു. അത് പിന്നെ പ്രണയമായി മാറി. ഒരു ദിവസം ചാൾസ് ചാന്തലിനോട് വിവാഹാഭ്യർത്ഥന നടത്തുന്നതിനായി മോഷ്ടിച്ചെടുത്ത കാറിൽ ചാന്തലിനെ വലിയൊരു കാസിനോയിലേക്ക് കൊണ്ടുപോയി. അവിടെ വച്ച് ചാൾസ് ചാന്തലിനെ വിവാഹാഭ്യർത്ഥന നടത്തി. ശേഷം രണ്ടുപേരും കൂടി ആ മോഷ്ടിച്ച കാറിൽ കാസിനോയിൽ നിന്ന് മടങ്ങുന്ന വഴിക്ക് കാർ മോഷണത്തിന് ചാൾസ് ശോഭരാജ് അറസ്റ്റിലായി. ഈ കേസിൽ അദ്ദേഹത്തിന് 8 മാസം ജയിലിൽ കിടക്കേണ്ടതായി വന്നു. ജയിൽ മോചിതനായി ഇറങ്ങിയ ഉടനെ തന്നെ ശോഭരാജ് ചാന്തലിനെ വിവാഹം കഴിച്ചു. വിവാഹശേഷം ശോഭരാജ് കുറ്റകൃത്യങ്ങളുടെ സാമ്രാജ്യം തന്നെ വികസിപ്പിച്ചു. അദ്ദേഹം വ്യാജ ചെക്കുകൾ നൽകി വിലപിടിപ്പുള്ളവ സ്വന്തമാക്കി ബിസിനസ്സുകാരെയും ആൾക്കാരെയും വഞ്ചിക്കുമായിരുന്നു. സാമ്പത്തികമായി മുന്നിട്ട് നിന്നവരെയായിരുന്നു അവൻ ഏറെ ചൂഷണം ചെയ്തിരുന്നത്. അതുവഴി ചാൾസ് ശോഭരാജ് ധാരാളം പണം വഞ്ചനയിലൂടെ സ്വന്തമാക്കി. അങ്ങനെയിരിക്കെ ഒരു ധനികൻ്റെ വീട്ടിൽ ഒരു മോഷണം നടന്നു. അവിടെ പോലീസ് ചാൾസ് ശോഭരാജിൻ്റെ സാന്നിധ്യത്തിൻ്റെ ചില തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ടാകാം. അതിനാൽ പോലീസ് തന്നെ തേടിയെത്തും എന്ന് ഭയന്ന ചാൾസ് ശോഭരാജ് തൻ്റെ സുഹൃത്ത് ഫെലിക്സ് ഡി എസ്കോഡയുടെ ഒരു കാർ ചോദിച്ചു വാങ്ങി ആൾക്കാരെ പറ്റിച്ചുണ്ടാക്കിയ എല്ലാ സമ്പാദ്യങ്ങളും എടുത്ത് തൻ്റെ ഭാര്യയോടൊപ്പം ഫ്രാൻസിൽ നിന്ന് കിഴക്കൻ യൂറോപ്പ് വഴി ഏഷ്യയിലേക്ക് 1970 ദീർഘമായ ഒരു യാത്ര നടത്തി. ഈ യാത്രക്കിടയിലും പലയിടങ്ങളിൽ ചാൾസ് ശോഭരാജ് പല ആൾക്കാരുമായി സൗഹൃദം സ്ഥാപിക്കുകയും അവരുടെ പണം കൊള്ളയടിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ സംഭവബഹുലമായ ആ ദീർഘമായ യാത്ര ഇന്ത്യയിലെ ബോംബെയിലെത്തി നിന്നു. ഈ സമയത്ത് ശോഭരാജിൻ്റെ ഭാര്യ ചാന്ദിൽ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. അങ്ങനെ ചാൾസ് ശോഭരാജ് ഒരു അച്ഛനായി. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ രീതികളിൽ മാറ്റമൊന്നും ഉണ്ടായില്ല. ബോംബെയിലെത്തി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കാർ മോഷണ കള്ളക്കടത്തിൻ്റെ വലിയൊരു നെറ്റ്വർക്ക് തന്നെ അദ്ദേഹം സൃഷ്ടിച്ചെടുത്തു. പാകിസ്ഥാൻ, ഇറാൻ എന്നിവിടങ്ങളിലൊക്കെ പോയി അവിടെ നിന്നും വില കൂടിയ കാറുകൾ മോഷ്ടിച്ച് ഇന്ത്യയിലേക്ക് കടത്തിക്കൊണ്ടുവരും. അതിർത്തികളിലെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകി ഇന്ത്യയിലേക്ക് കടത്തുന്ന വാഹനം ഇന്ത്യയിലെ സമ്പന്നർക്കും ഏജൻസികൾക്കും വിൽപ്പന നടത്തും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ബോംബെയിലെ അശോക് ഹോട്ടൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതിസമ്പന്നരായ വിദേശികളും ടൂറിസ്റ്റുകളും താമസിക്കാനെത്തുന്ന 5 സ്റ്റാർ ഹോട്ടലായിരുന്നു അത്. ആ അശോക് ഹോട്ടലിൽ മറ്റൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ഈ ഹോട്ടലിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലായി അതിസമ്പന്നരെ ലക്ഷ്യമിട്ട് ഒരു ജ്വല്ലറി പ്രവർത്തിക്കുന്നുണ്ട്. ആ ജ്വല്ലറി കൊള്ളയടിക്കാൻ ചാൾസ് ശോഭരാജിൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ടായി. അതിനായി അദ്ദേഹം ഒരു പദ്ധതി തന്നെ തയ്യാറാക്കി. ആ പദ്ധതി ഇങ്ങനെയായിരുന്നു: ആ ജ്വല്ലറിയുടെ തൊട്ടു മുകളിലെ ഹോട്ടൽ റൂമിൽ മുറിയെടുക്കണം. എന്നിട്ട് ആ മുറിയുടെ തറയിൽ ഒരു ദ്വാരമുണ്ടാക്കി അതുവഴി ജ്വല്ലറിയിൽ ഇറങ്ങി സ്വർണങ്ങളും മറ്റു വിലപിടിപ്പുള്ളതെല്ലാം തന്നെ മോഷ്ടിക്കണം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്ലാൻ അനുസരിച്ച്
1971 ഒക്ടോബറിലെ ഒരു ദിവസം ചാൾസ് ശോഭരാജ് ജൂവലറിക്ക് തൊട്ടുമുകളിലെ റൂം എടുക്കുന്നതിനായി അശോക് ഹോട്ടലിലെത്തി. എന്നാൽ ആ റൂം അതിനോടകം തന്നെ ഒരു സ്പാനിഷ് ക്യാബറെ നർത്തകിയായ ഗ്ലോറിയ മെൻഡലിക്കിന് വേണ്ടി അവളുടെ സ്പോൺസർ ബുക്ക് ചെയ്ത് നൽകിയിരിക്കുകയാണ്. അങ്ങനെ താൻ പ്ലാൻ ചെയ്തതുപോലെ ഒന്നും നടക്കില്ല എന്ന് ബോധ്യപ്പെട്ട ചാൾസ് ശോഭരാജിൻ്റെ മനസ്സിൽ മറ്റൊരു ആശയം ഉദിച്ചു. എങ്ങനെയും ആ ക്യാബ്ര നർത്തകിയെ തൻ്റെ വരുതിയിലാക്കണം. അങ്ങനെ ഹോട്ടൽ റെസ്റ്റോറൻറ്റുകളിലും മറ്റുമായി കറങ്ങി നടന്ന് ഒടുവിൽ ചാൾസ് ശോഭരാജ് ആ ക്യാബ്ര നർത്തകിയായ ഗ്ലോറിയയെ കണ്ടുമുട്ടുന്നു. അദ്ദേഹം അവളുമായി നല്ലൊരു സൗഹൃദ ബന്ധമുണ്ടാക്കാൻ ശ്രമിച്ചു. താൻ നേപ്പാളിലെ ഒരു രാജകുമാരനാണെന്നും തനിക്ക് ഇൻ്റർനാഷണലി സ്റ്റാർ ഹോട്ടൽ ശൃംഖലകളുണ്ടെന്നും അവിടെയെല്ലാം തൻ്റെ പെർഫോമൻസുകൾ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചാൾസ് ശോഭരാജ് തൻ്റെ സംസാര വൈദഗ്ധ്യത്താൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ക്യാബറെ നർത്തകിയായ ഗ്ലോറിയയെ അദ്ദേഹത്തിൻ്റെ വലയിലാക്കി കഴിഞ്ഞിരുന്നു. കോടീശ്വരനായ ഒരു സൗഹൃദമായിട്ടുള്ള സൗഹൃദ ബന്ധം ആഗ്രഹിച്ച ഗ്ലോറിയ ചാൾസ് ശോഭരാജിനെ അവളുടെ ഹോട്ടൽ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരുന്നു. അവിടെ വെച്ച് ചാൾസ് ഗ്ലോറിയോട് പറഞ്ഞു, ഞാൻ കുറച്ച് വിലപിടിപ്പുള്ള ആഭരണങ്ങൾ വാങ്ങുന്നതിനും അതിലൊന്ന് തനിക്ക് സമ്മാനിക്കുന്നതിനും ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ചാൾസ് ശോഭരാജ് ഗ്ലോറിയയെ കൊണ്ട് ജൂവലറിയിലേക്ക് വിളിപ്പിക്കുന്നു. കുറച്ച് ആഭരണങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെന്നും ആയതിനാൽ നല്ല കളക്ഷനുകൾ റൂമിലേക്ക് കൊണ്ടുവന്ന് കാണിക്കാമോ എന്നും ചാൾസ് ശോഭരാജ് ഗ്ലോറിയയെ കൊണ്ട് ചോദിപ്പിക്കുന്നു. ഒരു പഞ്ചനക്ഷത്ര ഹോട്ടൽ ആയതിനാൽ തന്നെ പേഴ്സണൽ സർവീസിനായി ജൂവലറിയിലെ ഒരു വിശ്വസ്തനായ സ്റ്റാഫിൻ്റെ കയ്യിൽ 12 ട്രാക്കുകൾ അടങ്ങുന്ന വലിയൊരു ബോക്സിൽ വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങളും വജ്രാഭരണങ്ങളും ജൂവലറി ഉടമ കൊടുത്തയക്കുന്നു. എന്നാൽ വളരെ സൗഹൃദഭാവത്തിൽ ചാൾസ് ശോഭരാജ് ഗ്ലോറിയയ്ക്കും ആഭരണങ്ങൾ കൊണ്ടുവന്ന ജൂവലറി സ്റ്റാഫിനും കോഫിയിൽ മയക്കുമരുന്നുകൾ നൽകി അവരെ മയക്കിയ ശേഷം അന്നത്തെ 15 ലക്ഷത്തിലധികം വില വരുന്ന ആഭരണങ്ങളുമായി അവിടെ നിന്നും കടന്നു കളഞ്ഞു. ഏറെ വൈകിട്ടും ജൂവലറി കൊണ്ടുപോയ സ്റ്റാഫിനെ കാണാതായപ്പോൾ സംശയം തോന്നിയ ജൂവലറി ഉടമ ആ റൂമിലേക്ക് ചെല്ലുന്നു. എന്നാൽ ആ റൂം പൂട്ടിപ്പോയിരിക്കുന്നതായിട്ടാണ് ജൂവലറി ഉടമയ്ക്ക് കാണാനായത്. ഉടനെ തന്നെ ഹോട്ടൽ റിസപ്ഷനിൽ നിന്നും ഡ്യൂപ്ലിക്കേറ്റ് താക്കോലുകൾ എടുപ്പിച്ച് ആ റൂം തുറന്നു നോക്കുമ്പോൾ ഗ്ലോറിയയും ആ ജൂവലറി സ്റ്റാഫും ബോധരഹിതരായി കിടക്കുന്നതായിട്ടാണ് കാണാൻ കഴിഞ്ഞത്. എന്നാൽ ആ റൂമിൽ നിന്നും ചാൾസ് ശോഭരാജിൻ്റെ പാസ്പോർട്ട് കിട്ടുന്നു. ഉടൻ തന്നെ അവർ പോലീസിനെ അറിയിക്കുന്നു. ഏതാണ്ട് 3 മണിക്കൂർ കഴിഞ്ഞ് ബോധം വന്ന ക്യാബറെ നർത്തകി ഗ്ലോറിയയിൽ നിന്നും ജൂവലറി ഉടമയിൽ നിന്നും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം പോലീസ് ചാൾസ് ശോഭരാജിനെ തിരഞ്ഞിറങ്ങി. പ്രാഥമിക അന്വേഷണത്തിൻ്റെ ഭാഗമായി എയർപോർട്ടിലെത്തിയ പോലീസ് കണ്ടത് വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ച് പാരീസിലേക്ക് കടക്കാൻ വിമാനം കാത്തിരിക്കുന്ന ചാൾസ് ശോഭരാജിനെയാണ്. പോലീസിനെ കണ്ട ഉടനെ തന്നെ ചാൾസ് ശോഭരാജ് വിമാനത്താവളത്തിൽ നിന്നും അതിവിദഗ്ധമായി പോലീസിന് പിടികൊടുക്കാതെ രക്ഷപ്പെട്ടു. 2 ആഴ്ചയോളം പോലീസിൻ്റെ കണ്ണുവെട്ടിച്ച് നടന്നുവെങ്കിലും മുംബൈ താജ് ഹോട്ടലിൽ വച്ച് ഒരു വിദേശിയെ കൊള്ളയടിക്കുന്നതിനിടയിൽ ചാൾസ് ശോഭരാജ് അപ്രതീക്ഷിതമായി പോലീസിൻ്റെ പിടിയിലാകുന്നു. ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ച് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നിരുന്ന 3-4 ഹാൻഡ് തോക്കുകളും റൈഫിളുകളും പോലീസ് കണ്ടെടുത്തു. അങ്ങനെ ചാൾസ് ശോഭരാജിനെ തീഹാർ ജയിലിലേക്ക് അടയ്ക്കുന്നു. ജയിലിലായി ഏതാനും ദിവസങ്ങൾ കഴിയുന്ന സമയത്ത് അദ്ദേഹത്തിന് അപ്പൻഡിക്സ് പിടിപെടുന്നു. അങ്ങനെ ചികിത്സയ്ക്കായി ചാൾസ് ശോഭരാജിനെ റാം മോഹൻ വില്ലിംഗ്ടൺ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു. ഹോസ്പിറ്റലിൽ ചാൾസ് ശോഭരാജിനെ പരിപാലിക്കുവാൻ ഭാര്യ ചാന്തൽ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പൻഡിക്സ് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റൽ റൂമിൽ വിശ്രമിക്കവേ ഒരു ദിവസം ഭാര്യ ചാന്തലിൻ്റെ സഹായത്തോടെ ആശുപത്രി റൂമിൽ കാവൽ നിൽക്കുകയായിരുന്ന 2 പോലീസുകാർക്ക് നേരെ ക്ലോറോഫോം പ്രയോഗത്തിലൂടെ മയക്കിയ ശേഷം ചാൾസ് ശോഭരാജ് ആ ഹോസ്പിറ്റലിൽ നിന്നും മുങ്ങുന്നു. എന്നാൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ വച്ച് അറസ്റ്റ് ചെയ്യുന്നു. അദ്ദേഹത്തെ ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിച്ചതിന് അദ്ദേഹത്തിൻ്റെ ഭാര്യ ചാന്തലിനെയും അറസ്റ്റ് ചെയ്തു. അങ്ങനെ ഇരുവരും ജയിലിൽ അടയ്ക്കപ്പെട്ടു. എന്നാൽ ജാമ്യം കിട്ടി ജയിൽ മോചിതനായ ഉടനെ തന്നെ ചാൾസ് ശോഭരാജും ഭാര്യ ചാന്തലും ഇന്ത്യ വിട്ട് നേരെ അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലേക്ക് പോയി. അവിടെയും അദ്ദേഹത്തിൻ്റെ തനത് ശൈലിയിലുള്ള പറ്റിക്കലും മോഷണവും കൊലപാതകങ്ങളും തുടർന്നു. അവിടെ യൂറോപ്പിൽ നിന്നും ധാരാളം ഹിപ്പികൾ കറുപ്പ് എന്ന ലഹരിക്ക് വേണ്ടി അഫ്ഗാനിസ്ഥാനിലേക്ക് വരുന്നത് പതിവായിരുന്നു. അങ്ങനെ എത്തുന്ന ഹിപ്പികൾക്ക് കറുപ്പ് എന്ന ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തി ചാൾസ് ശോഭരാജ് ധാരാളം പണം സമ്പാദിക്കുമായിരുന്നു. അങ്ങനെ സമ്പാദിക്കുന്ന പണം അദ്ദേഹം ചൂതാട്ടങ്ങളിൽ ഏർപ്പെട്ട് തീർക്കുമായിരുന്നു.
തികച്ചും കുറ്റകൃത്യങ്ങളിൽ മുഴുകി ജീവിക്കുന്നതിലായിരുന്നു ചാൾസ് ശോഭരാജ് ആനന്ദം കണ്ടെത്തിയിരുന്നത്. പലർക്കും ലഹരി മരുന്നുകൾ വിൽപ്പന നടത്തിയും പലർക്കും മയക്കുമരുന്നുകൾ നൽകി ബോധം കെടുത്തിയ ശേഷം അവരുടെ പാസ്പോർട്ടുകളും പണവും കൊള്ളയടിക്കുകയും ചെയ്യുമായിരുന്നു. കൊള്ളയടിക്കുന്നതിനായി അവർക്ക് നൽകുന്ന മയക്കുമരുന്നിൻ്റെ അളവ് ലേശം കൂടിപ്പോയാൽ അവർ മരിച്ചു പോകുന്നതും പതിവാണ്. എന്നാൽ അതിൽ ചാൾസ് ശോഭരാജിന് യാതൊരു സഹതാപവും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ കൊള്ളയടിക്കുമ്പോൾ കിട്ടുന്ന പുരുഷന്മാരുടെ പാസ്പോർട്ടുകളിൽ സ്വന്തം ഫോട്ടോ ഒട്ടിച്ച് വ്യാജ പാസ്പോർട്ടിൽ ലോകം ചുറ്റുന്നത് അദ്ദേഹത്തിൻ്റെ പതിവാണ്. കറുപ്പ് എന്ന ലഹരി വസ്തു വിറ്റും ആൾക്കാരെ പറ്റിച്ചും കൊള്ളയടിച്ചും ചാൾസ് ശോഭരാജ് അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ ഭാര്യ ചാന്തലും മകളുമായി ആർഭാടമായ ജീവിതം നയിച്ചു വരികയായിരുന്നു. എന്നാൽ തുടർച്ചയായി അഫ്ഗാനിസ്ഥാനിലെത്തുന്ന വിദേശികൾ കൊള്ളയടിക്കപ്പെടുന്നതും കൊല ചെയ്യപ്പെടുന്നതും തന്നിലേക്ക് വിരൽ ചൂണ്ടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ ചാൾസ് ശോഭരാജ് അഫ്ഗാനിസ്ഥാൻ വിടാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ കഴിഞ്ഞ 2 മാസമായി താൻ താമസിച്ചിരുന്ന ഹോട്ടലിൻ്റെ വാടക നൽകാതെ രാജ്യം വിടാനായി ഭാര്യയും മകളോടുമൊപ്പം വിമാനത്താവളത്തിലെത്തി. എന്നാൽ ഇതിനിടയിൽ ഹോട്ടലിൻ്റെ ഉടമ പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് ചാൾസ് ശോഭരാജിനെ കാബൂൾ വിമാനത്താവളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ചാൾസ് ശോഭരാജ് അഫ്ഗാനിസ്ഥാനിലെ ജയിലിലും ആക്കപ്പെടുന്നു. എന്നാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ ജയിൽ ചാടാനുള്ള വക്രബുദ്ധികൾ ചാൾസ് ശോഭരാജ് ചിന്തിച്ചു തുടങ്ങി. അദ്ദേഹം ഒരു സിറിഞ്ച് സംഘടിപ്പിച്ച് കയ്യിൽ നിന്നും രക്തം കുത്തിയെടുത്ത് അത് വായിലേക്കൊഴിച്ച് രക്തം ഛർദ്ദിക്കുന്നത് പോലെ അഭിനയിക്കാൻ തുടങ്ങി. അദ്ദേഹം രക്തം ഛർദ്ദിക്കുന്നതായിട്ട് കണ്ട പോലീസ് ഉദ്യോഗസ്ഥർ ചാൾസ് ശോഭരാജിനെ ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ അവിടെ നിന്നും പോലീസ് ഗാർഡുകളെ വെട്ടിച്ച് ചാൾസ് ശോഭരാജ് രക്ഷപ്പെട്ട് ഇറാനിലേക്ക് ഒളിച്ചോടി. എന്നാൽ ഇത്തവണ ഭാര്യ ചാന്തൽ ശോഭരാജിനോടൊപ്പം പോകാൻ തയ്യാറായില്ല. ചാൾസ് ശോഭരാജ് കാരണം അവൾക്കെതിരെ പല രാജ്യങ്ങളിലും ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനിയും ചാൾസ് ശോഭരാജിനോടൊപ്പം ജീവിതം തുടർന്നാൽ കൂട്ടുപ്രതിയായി തൻ്റെ ജീവിതം ജയിലിലാക്കപ്പെടുമെന്ന് ഭയന്ന ചാന്തൽ ചാൾസ് ശോഭരാജുമായിട്ടുള്ള വിവാഹബന്ധം ഉപേക്ഷിച്ച് മകളുമായി അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ നിന്നും നേരെ പാരീസിലെ അവളുടെ മാതാപിതാക്കളുടെ വീട്ടിലേക്ക് പോയി. ഇപ്പോൾ ചാൾസ് ശോഭരാജ് ഒറ്റപ്പെട്ടു. പിന്നെ അദ്ദേഹം കൂടുതൽ അപകടകാരിയായി മാറി. തുടർന്നുള്ള അടുത്ത കുറച്ച് വർഷങ്ങൾ അദ്ദേഹം പല രാജ്യങ്ങളിലും സഞ്ചരിച്ചു. ഫ്രാൻസ്, ഗ്രീസ്, ഇറ്റലി, തുർക്കി, തായ്ലാൻഡ് തുടങ്ങിയ ഓരോ രാജ്യങ്ങളിലും അദ്ദേഹം മോഷണവും കൊള്ളയും കൊലപാതകങ്ങളും തുടർന്നു. ഓരോ രാജ്യങ്ങളിലും പോലീസ് പിടിയിലാകാതിരിക്കാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ച് വ്യാജ ഐഡന്റിറ്റിയിൽ ഒളിത്താവളങ്ങൾ കണ്ടെത്തിയിരുന്നു. ഒരേ രീതിയിലുള്ള കൊള്ളയടിയും കൊലപാതകങ്ങളും പല രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്തതോടെ പത്രമാധ്യമങ്ങൾ അദ്ദേഹത്തിന് ഒരു പേര് നൽകി, ഇത് സെർപ്പൻറ്റ്. കാരണം ഭീഷണിയോ ഒച്ചപ്പാടോ ഇല്ലാതെ വളരെ സൈലൻ്റായിട്ട് വരികയും അവസരം ലഭിച്ചാൽ ഉടൻ തന്നെ വേട്ടയാടി കൊള്ളയടിച്ച് മുങ്ങുന്ന വിഷമുള്ള മനുഷ്യ പാമ്പായിരുന്നു ചാൾസ് ശോഭരാജ്. 1975 ആകുന്ന സമയത്ത് ചാൾസ് ശോഭരാജിൻ്റെ മെയിൻ തട്ടകം തായ്ലാൻഡായിരുന്നു. തായ്ലാൻഡിൽ തൻ്റെ മുൻ കാമുകി കനേഡിയക്കാരിയായ മേരിയും അവളുടെ ഇപ്പോഴത്തെ പങ്കാളി ഇന്ത്യൻ വംശജയായ അജയ് ചൗധരി എന്നിവരോടൊപ്പം ചേർന്ന് അവർ മൂവരും ഒന്നിനു പുറകെ ഒന്നായി നിരവധി കൊലപാതകങ്ങളാണ് ചെയ്തു കൂട്ടിയത്. തായ്ലാൻഡിലെത്തുന്ന വിദേശികളായ ബാക്ക് പാക്കേഴ്സിനോടും മറ്റ് ബജറ്റ് ടൂറിസ്റ്റിനായി എത്തുന്നവരോടും സമീപിച്ച് സൗഹൃദത്തിലാവുകയും തങ്ങൾക്ക് നല്ല റൂമുണ്ടെന്നും അവിടെ താമസിക്കാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോവുകയും അവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന പാനീയത്തിൽ മയക്കുമരുന്ന് കലർത്തി നൽകി അവരെ ബോധരഹിതരാക്കുകയും പിന്നീട് അവരെ കൊള്ളയടിക്കുകയും ചെയ്യും. ചിലവരെ കൊന്ന് തെളിവ് നശിപ്പിക്കുന്നതിനായി കത്തിച്ചിരുന്നു. തായ്ലാൻഡിൽ വെച്ച് ചാൾസ് ശോഭരാജിൻ്റെ ഇരയായ ഒരു യുവതിയായിരുന്നു തെരേസ നോട്ടൻ. അവളെ കൊന്ന് പാസ്പോർട്ടും പണവും യാത്രാ പാസുകളും എല്ലാം കൊള്ളയടിച്ച ശേഷം തായ്ലാൻഡിലെ ബീച്ചിന് മാറിയിട്ടുള്ള കടലിൽ ബിക്കിനിയിൽ ഉപേക്ഷിച്ചിരുന്നു. അവളുടെ ശരീരത്തിനുള്ളിൽ നിന്നും മയക്കുമരുന്നിൻ്റെ അംശവും കണ്ടെത്തി. അതിനുശേഷം ചാൾസ് ശോഭരാജിൻ്റെ അടുത്ത ഇര വിറ്റാലി ഹക്കീം എന്ന ഒരു പുരുഷനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കത്തിക്കരിഞ്ഞ മൃതദേഹം തായ്ലാൻഡിലെ ഒരു റോഡരികിൽ നിന്ന് കണ്ടെത്തി. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വിറ്റാലി ഹക്കീം വീട്ടിലേക്ക് തിരിച്ചെത്താതായപ്പോൾ ഫ്രാൻസിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ തിരഞ്ഞ് തായ്ലാൻഡിലെത്തി. എന്നാൽ അവിചാരിതമായി അവളും ശോഭരാജിൻ്റെ ഇരയായി. അവളുടെ മൃതദേഹവും ബിക്കിനിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. ചാൾസ് ശോഭരാജ് സ്ത്രീകളെ കൊല്ലുന്ന രീതി ഇങ്ങനെയായിരുന്നു. ചാൾസ് ശോഭരാജിൻ്റെ വലയിലാകുന്ന സ്ത്രീകളെ മയക്കുമരുന്ന് നൽകി ബോധരഹിതരാക്കിയ ശേഷം അവരെ കൊന്ന് കൊള്ളയടിച്ച ശേഷം അവരുടെ മേൽവസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി ലഹരി മൂലമോ അപകടത്തിലോ മരണം സംഭവിച്ചതായി തോന്നിപ്പിക്കുന്ന രീതിയിൽ മൃതശരീരങ്ങൾ ഉപേക്ഷിക്കുക എന്നതായിരുന്നു ചാൾസ് ശോഭരാജിൻ്റെ പതിവ് രീതി. 2-3 ആഴ്ചകൾക്കുള്ളിൽ തന്നെ വിദേശ ടൂറിസ്റ്റായി എത്തുന്ന 6-ലേറെ സ്ത്രീകൾ കൊല്ലപ്പെട്ട് ബിക്കിനിയിൽ ഉപേക്ഷിച്ചതായി കണ്ടെത്തി.
ഇത്തരം സംഭവങ്ങൾ രാജ്യത്ത് തുടർ സംഭവമായതോടെ തായ്ലാൻഡ് സർക്കാർ ഇതിനു പിന്നിലെ കൊലയാളിയെ കണ്ടുപിടിക്കാൻ പോലീസിന് കർശന നിർദ്ദേശം നൽകി. ഓരോ മൃതശരീരങ്ങളും പോലീസിന് ലഭിക്കുമ്പോൾ അവരുടെ മുഖം തിരിച്ചറിയാൻ കഴിയാത്ത വിധം വികൃതമായ നിലയിലും കത്തിച്ച നിലയിലുമായിരുന്നു. കൊലപാതകങ്ങളുടെ രീതി പോലീസിനെ അമ്പരപ്പിച്ചു. തായ് പോലീസിൻ്റെ വളരെ ഡീപ്പായിട്ടുള്ള കുറ്റാന്വേഷണത്തിൽ ഓരോ ആൾക്കാരും കൊല്ലപ്പെടുന്ന സമയത്ത് 2-3 പേരുടെ സ്ഥിരം സാന്നിധ്യമുള്ളതായി കണ്ടെത്തി. അതിലൊന്ന് ചാൾസ് ശോഭരാജ് തന്നെയായിരുന്നു. ഇതോടെ ചാൾസ് ശോഭരാജിന് ബിക്കിനി കില്ലർ എന്നൊരു പേരുകൂടി ലഭിച്ചു. ഈ സമയത്ത് ചാൾസ് ശോഭരാജും കാമുകിയായ മരിയയും ചേർന്ന് ബാങ്കോക്കിൽ വച്ച് ഡച്ച് ദമ്പതികളായ ഹാങ്ക്, കൊർണീല എന്നിവരെ കൊലപ്പെടുത്തി അവരുടെ പാസ്പോർട്ടുകൾ കൈക്കലാക്കി ഫോട്ടോകൾ മാറ്റിപ്പതിപ്പിച്ച് നേപ്പാളിലേക്ക് കടന്നു കളഞ്ഞു. നേപ്പാളിലും അവർ രക്തരൂഷിതമായ കളികൾ തുടർന്നു. നേപ്പാളിൽ വിദേശ സഞ്ചാരികളായി എത്തിയിരുന്ന ലോറൻസ് കാരിയർ, ജാബ് ബ്രോസ് എന്നീ 2 ടൂറിസ്റ്റുകളെ കൊലപ്പെടുത്തിയ ശേഷം അവർ വീണ്ടും തായ്ലാൻഡിലേക്ക് മടങ്ങി. എന്നാൽ തായ്ലാൻഡ് പോലീസ് ഇവർക്കായിട്ടുള്ള ഊർജിതമായിട്ടുള്ള അന്വേഷണം നടത്തിയിരുന്നതിനാൽ തന്നെ ഇവർ പിടിക്കപ്പെടും എന്നുറപ്പായതിനാൽ ഒരു പോലീസുകാരന് $18,000 കൈക്കൂലി നൽകി ചാൾസ് ശോഭരാജും സുഹൃത്തുക്കളും അവിടെ നിന്നും രക്ഷപ്പെട്ട് മലേഷ്യയിലേക്ക് പോയി. മലേഷ്യയിൽ എത്തിയ ശേഷം ചാൾസ് ശോഭരാജ് ഒപ്പമുണ്ടായിരുന്ന അജയ് ചൗധരിക്ക് ഒരു ജോലി ഏൽപ്പിച്ചു. അവിടെ മലേഷ്യയിലെ പ്രശസ്തമായ ഖനിത്തൊഴിലാളികളുടെ പട്ടണത്തിലേക്ക് പോയി രത്നങ്ങൾ ശേഖരിക്കുക എന്നതായിരുന്നു അത്. അങ്ങനെ ആ ദൗത്യം ഏറ്റെടുത്ത അജയ് ചൗധരി $40,000 വിലമതിക്കുന്ന രത്നങ്ങളുമായാണ് തിരികെ എത്തിയത്. ആ രത്നങ്ങൾ വിറ്റ് കാശാക്കുന്നതിനായി ആ 3 പേരും കൂടി ജനീവയിലേക്ക് പോയി. ജനീവയിൽ ആ രത്നങ്ങളെല്ലാം വിറ്റ് കാശാക്കിയ ശേഷം വീണ്ടും അവർ മലേഷ്യയിലേക്ക് തിരിച്ചെത്തി. ഇവിടെ വച്ച് ചാൾസ് ശോഭരാജിൻ്റെ എല്ലാ കുറ്റകൃത്യങ്ങൾക്കും ഒപ്പമുണ്ടായിരുന്ന കാമുകിയായ മരിയയുടെ പങ്കാളിയായ അജയ് ചൗധരിയെ ചാൾസ് ശോഭരാജ് കൊന്നുകളയുന്നു. അടുത്തിനി ഏത് രാജ്യത്തേക്ക് പോകും എന്നായി ചാൾസ് ശോഭരാജിൻ്റെ ചിന്ത. എന്തായാലും ഇനി ഒരിക്കലും തായ്ലാൻഡിലേക്ക് പോകാൻ കഴിയില്ല. തായ്ലാൻഡിൽ നടത്തിയ 14 വിദേശ ടൂറിസ്റ്റുകളുടെ കൊലപാതകത്തിനു പിന്നിൽ ചാൾസ് ശോഭരാജ് തന്നെയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. ആയതിനാൽ തന്നെ തായ്ലാൻഡിൽ പിടിക്കപ്പെട്ടാൽ വധശിക്ഷ ഉറപ്പായിരുന്നു. അങ്ങനെ 1976 തുടക്കത്തിൽ ചാൾസ് ശോഭരാജ് വീണ്ടും ഇന്ത്യയിലേക്കെത്തി. അങ്ങനെ ഡൽഹിയിൽ വച്ച് അദ്ദേഹത്തിന് വിവിധ രാജ്യങ്ങളിലുള്ള 3 പെൺസുഹൃത്തുക്കളെ കിട്ടുന്നു. അങ്ങനെ ചാൾസ് ശോഭരാജ് ആ 3 യുവതികളെയും ഉപയോഗപ്പെടുത്തി സോളമൻ എന്ന അമേരിക്കൻ ടൂറിസ്റ്റുകാരനെ ചാൾസ് ശോഭരാജ് അദ്ദേഹത്തിൻ്റെ വലയിലാക്കി. അന്ന് ചാൾസ് ശോഭരാജ് അത്താഴത്തിനായി ക്ഷണിച്ച ആ അമേരിക്കൻ ടൂറിസ്റ്റുകാരനെ പിറ്റേ ദിവസം ഹോട്ടൽ മുറിയുടെ ബാൽക്കണിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ആ ഒരു സംഭവത്തിന് ശേഷം ആഗ്രയിലെത്തിയ ചാൾസ് ശോഭരാജ് ഫ്രാൻസിൽ നിന്നും വിനോദസഞ്ചാരത്തിനായി എത്തിയ 22ഓളം യുവ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെ കാണുന്നു. താനും ഒരു ഫ്രഞ്ച് പൗരനാണെന്നും ഇന്ത്യയിൽ താൻ ഒരു ടൂറിസ്റ്റ് ഗൈഡായി വർക്ക് ചെയ്യുകയാണെന്നും സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് ചാൾസ് ശോഭരാജ് അവരെ സമീപിക്കുന്നു. ഫ്രഞ്ച് സംസാരിക്കുന്ന ഒരു ഫ്രഞ്ചുകാരനെ തന്നെ തങ്ങൾക്ക് ഇന്ത്യയിൽ ഗൈഡായി കിട്ടിയ സന്തോഷത്തിൽ ആ 22ഓളം വരുന്ന ഫ്രഞ്ച് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ഗ്രൂപ്പ് ചാൾസ് ശോഭരാജിനെ അവരുടെ ട്രാവൽ ഗൈഡായി ഒപ്പം കൂട്ടി. അങ്ങനെ അവർക്ക് ഭക്ഷണം കഴിക്കുന്നതിനും റൂം എടുക്കുന്നതിനുമായി ചാൾസ് ശോഭരാജ് ആ സംഘത്തെ ഒരു സ്റ്റാർ ഹോട്ടലായ വിക്രം ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആദ്യം റൂം എടുത്ത് ലഗേജുകൾ റൂമിൽ വെച്ച് ഫ്രഷായ ശേഷം റെസ്റ്റോറൻറ്റിലേക്ക് പോകാം എന്നായിരുന്നു അവരുടെ തീരുമാനം. അങ്ങനെ റൂം എടുക്കുന്നതിനായി വിക്രം ഹോട്ടലിൻ്റെ ലോബിയിൽ എല്ലാവരെയും ഇരുത്തിയ ശേഷം ചാൾസ് ശോഭരാജ് എല്ലാവർക്കും ഓരോ കുപ്പി വെള്ളം കുടിക്കുന്നതിനായി നൽകി. ആ വെള്ളത്തിൽ ചാൾസ് ശോഭരാജ് മയക്കുമരുന്ന് കലർത്തിയിട്ടുണ്ടായിരുന്നു. റൂമിൽ എത്തുമ്പോഴേക്കും എല്ലാവരും ബോധരഹിതരായി വീഴുമെന്നും ആ സമയത്ത് അവിടെ വച്ച് അവരുടെ പാസ്പോർട്ടുകളും പണവും കവർച്ച ചെയ്യാം എന്നായിരുന്നു ചാൾസ് ശോഭരാജിൻ്റെ പ്ലാനായിരുന്നത്. എന്നാൽ ഇത്രയും പേർക്കുള്ള റൂമുകൾ അനുവദിച്ച് നൽകാൻ സമയമെടുത്തതോടെ ചാൾസ് ശോഭരാജിൻ്റെ പ്ലാനുകളെല്ലാം തന്നെ തകിടം മറിയുവാൻ തുടങ്ങി. ചാൾസ് ശോഭരാജ് നൽകിയ വെള്ളം കുടിച്ച പലരും ഓരോന്നോരോന്നായി ഹോട്ടൽ ലോബിയിൽ കുഴഞ്ഞു വീണു തുടങ്ങി. അക്കൂട്ടത്തിൽ ആ വെള്ളം കുടിക്കാത്ത 3 പേർക്ക് മാത്രം ഒന്നും സംഭവിച്ചില്ല. അവർ പെട്ടെന്ന് തന്നെ ചാൾസ് ശോഭരാജിനെ പിടികൂടുകയും നല്ലതുപോലെ പെരുമാറുകയും ഹോട്ടൽ സ്റ്റാഫുകൾ പോലീസിനെ അറിയിച്ച് ചാൾസ് ശോഭരാജിനെ പോലീസിന് കൈമാറുകയും ചെയ്തു. അങ്ങനെ കോടതി അദ്ദേഹത്തിന് വിവിധങ്ങളായ കുറ്റങ്ങൾക്ക് 12 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു. അങ്ങനെ ചാൾസ് ശോഭരാജിനെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സുരക്ഷതയുള്ള തീഹാർ ജയിലിൽ അടച്ചു. എന്നാൽ ആരെയും പാട്ടിലാക്കാൻ കഴിവുള്ള സംസാര ശൈലിയും പണവും ബുദ്ധിയും ഉപയോഗിച്ച്
ജയിലിൽ ചാൾസ് ശോഭരാജ് അദ്ദേഹത്തിൻ്റെതായ സ്വാധീനവും ശക്തിയും വിപുലപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ തുണികൾ നനച്ചിടുന്നത് പോലും സഹ തടവുകാരായിരുന്നു. തിഹാർ ജയിലിലെ ചില ഗാർഡുകളും സഹ തടവുകാരും അദ്ദേഹത്തെ സർ എന്നായിരുന്നു വിളിച്ചിരുന്നത്. ചാൾസ് ശോഭരാജിൻ്റെ തടവ് ശിക്ഷ 1988 അവസാനിക്കേണ്ടതായിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് 1975 കാലഘട്ടത്തിൽ തായ്ലാൻഡിൽ വച്ച് നടത്തിയ 14 വരുന്ന കൊലപാതക പരമ്പരകൾക്ക് പിന്നിൽ ചാൾസ് ശോഭരാജ് തന്നെയായിരുന്നു എന്ന് തെളിഞ്ഞിരുന്നതിനാൽ ചാൾസ് ശോഭരാജിനെ വിചാരണ ചെയ്യുന്നതിനായി അദ്ദേഹത്തെ തായ്ലാൻഡിന് കൈമാറുന്നതിനായി നിരന്തരം ഇന്ത്യയോട് അഭ്യർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഇന്ത്യയിലെ തടവ് ശിക്ഷ കാലാവധി കഴിയുന്ന ഉടനെ തന്നെ ചാൾസ് ശോഭരാജിനെ തായ്ലാൻഡിന് കൈമാറാമെന്ന് ഇന്ത്യ സമ്മതിക്കുകയും ചെയ്തു. ഇത് ചാൾസ് ശോഭരാജിനെ ഭയപ്പെടുത്തി. കാരണം തായ്ലാൻഡിൽ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായും വധശിക്ഷ ലഭിക്കും. ആയതിനാൽ ചാൾസ് ശോഭരാജിനെ ഇന്ത്യയിലെ തടവ് ശിക്ഷ തീരുന്നതിനും 2 വർഷങ്ങൾക്ക് മുമ്പ് 1986 തീഹാർ ജയിൽ ചാടി രക്ഷപ്പെടാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. അതിനു മുന്നാടിയായി അദ്ദേഹം ഒരു പരീക്ഷണം നടത്തുന്നു. ചാൾസ് ശോഭരാജിനെ പാർപ്പിച്ചിരുന്ന 3-ാം ബ്ലോക്കിൽ അലങ്ങി തിരിഞ്ഞ് നടക്കുകയായിരുന്ന ഒരു പൂച്ചയ്ക്ക് ശോഭരാജ് നിശ്ചിത തോതിൽ മയക്കുമരുന്ന് ചേർത്ത ഭക്ഷണം നൽകുന്നു. 4 ദിവസത്തോളം ആ പൂച്ച വളരെ ക്ഷീണിച്ച് അവശനിലയിൽ ഉറങ്ങുന്നതായി അദ്ദേഹം കണ്ടു മനസ്സിലാക്കി. ചാൾസ് ശോഭരാജിൻ്റെ ഒരു ഉറ്റ സുഹൃത്തായിരുന്നു ബ്രിട്ടീഷുകാരനായ ഡെവിൻസ് ഹോൾ. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ജയിലിൽ ചാൾസ് ശോഭരാജിനെ വിസിറ്റ് ചെയ്യാൻ എത്താറുണ്ടായിരുന്നു. ഈ ഡെവിൻസ് ഹോൾ വഴിയായിരുന്നു ചാൾസ് ശോഭരാജിന് മയക്കുമരുന്നുകൾ ലഭിച്ചിരുന്നത്. അങ്ങനെ അവർ തമ്മിൽ ഒരു പദ്ധതി തയ്യാറാക്കുന്നു. ചാൾസിൻ്റെ യഥാർത്ഥ ബർത്ത്ഡേ ഏപ്രിൽ 6 ആയിരുന്നുവെങ്കിലും ചാൾസ് ശോഭരാജ് തന്നെ പാർപ്പിച്ചിരുന്ന സെല്ലുകൾക്കും കാവൽ നിന്നിരുന്ന ഗാർഡുമാരോടും മാർച്ച് 16 തൻ്റെ ബർത്ത്ഡേ ആണെന്നുള്ള കള്ളം പറഞ്ഞു പരത്തി അന്ന് തൻ്റെ സന്തോഷത്തിനായി ഒരു പാർട്ടി നടത്തണമെന്ന് പോലീസ് ഗാർഡുകളോട് പറഞ്ഞ് അതിനുള്ള ഏർപ്പാടുകളും ഒരുക്കുന്നു. അങ്ങനെ ആ പാർട്ടിക്കായി പഴങ്ങളും മധുരപലഹാരങ്ങളുമായി ചാൾസിൻ്റെ ഉറ്റ സുഹൃത്ത് ഡെവിൻസ് ഹോൾ തീഹാർ ജയിലിലെ 3-ാമത്തെ ബ്ലോക്കിലെത്തുന്നു. അതിൽ നിശ്ചിത അളവിൽ മയക്കുമരുന്ന് ചേർത്ത പലഹാരങ്ങൾ പോലീസുകാർക്കും തടവുകാർക്കും നൽകുന്നു. അങ്ങനെ ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും മയങ്ങി വീഴാൻ ആരംഭിച്ചിരുന്നു. അങ്ങനെ ചാൾസ് ശോഭരാജ് രക്ഷപ്പെടുന്നതിനായി ഉപയോഗിച്ച ഡെവിൻസ് ഹോൾ വന്ന അംബാസഡർ കാറിൽ പുറത്തേക്ക് പോകുമ്പോൾ സംശയം തോന്നാതിരിക്കുന്നതിനായി മയങ്ങി വീണിരുന്ന ജയിൽ വാർഡറായിരുന്ന ആനന്ദ് സ്വരൂപ് എന്ന പോലീസുകാരനെ ആ അംബാസഡർ കാറിൻ്റെ മുൻ സീറ്റിലിരുത്തി പോലീസ് യൂണിഫോം പുറത്തുനിന്ന് കാണുന്ന രീതിയിൽ കൈമുട്ട് ഡോർ വിൻഡോയിൽ വച്ച് ചാൾസ് ശോഭരാജ് തീഹാർ ജയിലിൽ നിന്നും പുറത്തേക്ക് കടന്നു. ഏതാണ്ട് 6.5 കിലോമീറ്ററൊക്കെ പിന്നിട്ടപ്പോൾ ഒരു വിജനമായ സ്ഥലത്ത് ബോധരഹിതനായിരുന്ന ആ പോലീസ് ഉദ്യോഗസ്ഥനെ ഉപേക്ഷിച്ച് ചാൾസ് ശോഭരാജ് കടന്നു കളഞ്ഞു. അങ്ങനെ തീഹാർ ജയിൽ ചാടിപ്പോയ ചാൾസ് ശോഭരാജ് ഒളിവിൽ താമസിച്ചു വന്നിരുന്നത് ഗോവയിലായിരുന്നു. തീഹാർ ജയിൽ ചാടി ഏതാണ്ട് 20 ദിവസങ്ങൾ കഴിയുന്ന സമയത്ത് 1986 ഏപ്രിൽ 6 ഗോവയിലെ ഒരു റെസ്റ്റോറൻറ്റിൽ വച്ച് ചാൾസ് ശോഭരാജിനെ ആദ്യം അറസ്റ്റ് ചെയ്തിരുന്ന അതേ പോലീസ് ഉദ്യോഗസ്ഥനായ മധുകർ സെൻഡെ ചാൾസ് ശോഭരാജിന് നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് ഹലോ ചാൾസ് ഹൗ ആർ യു എന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും അറസ്റ്റ് ചെയ്തു. ആ ദിവസം ഏപ്രിൽ 6 ചാൾസ് ശോഭരാജിൻ്റെ യഥാർത്ഥ ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ വീണ്ടും അറസ്റ്റിലായ സാഹചര്യത്തിൽ നിലവിലുള്ള കേസുകൾക്കൊപ്പം ജയിൽ ചാടിയ കുറ്റവും കൂടെ ചുമത്തി വിചാരണ തടവായും ശിക്ഷയായും വീണ്ടും 10 വർഷം കൂടി തീഹാർ ജയിലിൽ ചാൾസ് ശോഭരാജിന് കഴിയേണ്ടി വന്നു. ഒരുപക്ഷെ ഇന്ത്യൻ കോടതിയിലുള്ള വിചാരണ കാലതാമസം കൊണ്ടാവാം ചാൾസ് ശോഭരാജിന് തായ്ലാൻഡിലെ നിയമ നടപടികളിൽ നിന്നും വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ടത്. തായ്ലാൻഡിലെ നിയമപ്രകാരം ഒരാൾക്കെതിരെ കുറ്റം ചുമത്തപ്പെട്ടാൽ 20 വർഷങ്ങൾക്കുള്ളിൽ തന്നെ വിചാരണ നടത്തി ശിക്ഷ നടപ്പാക്കിയിരിക്കണം എന്നാണ്. എന്നാൽ 1997 ഫെബ്രുവരി 17 ചാൾസ് ശോഭരാജ് ഇന്ത്യയിലെ ശിക്ഷ പൂർത്തിയാക്കി തീഹാർ ജയിലിൽ നിന്നും ജയിൽ മോചിതനായി പുറത്തിറങ്ങിയത്. അപ്പോഴേക്കും 20 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരുന്നു. അതോടെ തായ്ലാൻഡിലെ വിചാരണ കാലാവധിയും കഴിഞ്ഞിരുന്നു. അങ്ങനെ ഇന്ത്യയിൽ നിന്നും ചാൾസ് ശോഭരാജ് ഫ്രാൻസിലേക്ക് പോകുന്നു. ചാൾസ് ശോഭരാജ് ഒരു ഓസ്ട്രേലിയൻ മാധ്യമ പ്രവർത്തകനായ റിച്ചാർഡ് നെവിലിൽ നിന്നും വലിയൊരു തുക വാങ്ങിക്കൊണ്ട് തൻ്റെ ജീവചരിത്രം പുസ്തകമാകാൻ അനുമതി നൽകി. അങ്ങനെ ദ ലൈഫ് ആൻഡ് ക്രൈം ഓഫ് ചാൾസ് ശോഭരാജ് എന്ന പേരിലുള്ള ചാൾസ് ശോഭരാജിൻ്റെ ജീവചരിത്രം പുറത്തിറങ്ങി. പിന്നെ തുടർന്ന് നിരവധി പുതിയ എഡിഷനുകളും ഇറങ്ങി. പല TV ചാനലുകളിൽ നിന്നും ധാരാളം പണം വാങ്ങി ഇൻ്റർവ്യൂകളും ചാൾസ് ശോഭരാജ് നൽകിയിരുന്നു. അങ്ങനെ
ചാൾസ് ശോഭരാജ് 6 വർഷം ഫ്രാൻസിൽ ചെലവഴിച്ചു. അങ്ങനെയിരിക്കെ 2003 ചാൾസ് ശോഭരാജ് നേപ്പാളിലേക്ക് പോയി. എന്നാൽ നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ വിമാനമിറങ്ങിയ ചാൾസ് ശോഭരാജിനെ പോലീസ് ഉടൻ തന്നെ തിരിച്ചറിയുകയും 1975 2 അമേരിക്കൻ ടൂറിസ്റ്റുകാരെ നേപ്പാളിൽ വെച്ച് കൊലപ്പെടുത്തിയ കേസിൽ ചാൾസ് ശോഭരാജിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. വിചാരണ കുറ്റവാളിയായി നേപ്പാൾ ജയിലിൽ കഴിയുന്ന ആ പ്രായത്തിലും ആളുകളെ തന്നിലേക്ക് ആകർഷിപ്പിക്കുന്നതിനുള്ള ചാൾസ് ശോഭരാജിൻ്റെ കഴിവ് വളരെ വലുതായിരുന്നു. നേപ്പാളിൽ ചാൾസ് ശോഭരാജിൻ്റെ കേസ് വാദിച്ചിരുന്ന ശകുന്തള ദാപ്പ എന്ന അഭിഭാഷകയുടെ മകൾക്ക് ചാൾസ് ശോഭരാജിനോട് പ്രണയമുണ്ടായി. 2008 ചാൾസ് ശോഭരാജിന് 64 വയസ്സുള്ളപ്പോൾ തന്നെക്കാൾ 44 വയസ്സ് പ്രായം കുറഞ്ഞ തൻ്റെ അഭിഭാഷകയുടെ മകളായ 20 വയസ്സുള്ള നികിത വിശ്വാസിനെ ജയിലിൽ വച്ച് ചാൾസ് ശോഭരാജ് വിവാഹം കഴിക്കുന്നു. പിന്നീട് കോടതി വിചാരണയിൽ 1975 നേപ്പാളിൽ വെച്ച് ചാൾസ് ശോഭരാജ് നടത്തിയ ഇരട്ട കൊലപാതകങ്ങൾ തെളിയിക്കപ്പെട്ടതോടെ ചാൾസ് ശോഭരാജിന് ജീവപര്യന്തം ശിക്ഷ വിധിക്കുന്നു. അങ്ങനെ 20 വർഷം നേപ്പാൾ ജയിലിനുള്ളിൽ കഴിയാൻ വിധിക്കപ്പെട്ട ചാൾസ് ശോഭരാജ് 19 വർഷങ്ങൾ ജയിലിൽ കഴിഞ്ഞ ശേഷം കോടതിയിൽ മോചന ഹർജി ഫയൽ ചെയ്തു. വിചാരണ തടവായും ജീവപര്യന്തമായും വിധിക്കപ്പെട്ട ശിക്ഷയേക്കാൾ താൻ ജയിലിൽ കഴിഞ്ഞുവെന്നും ആയതിനാൽ തന്നെ മോചിപ്പിക്കണം എന്ന ഹർജി പരിഗണിച്ച് പ്രായവും കൂടി കണക്കിലെടുത്ത് 2022 ഡിസംബർ 23 നേപ്പാൾ ജയിലിൽ നിന്ന് ജയിൽ മോചിതനാക്കി ഫ്രാൻസിലേക്ക് നാടുകടത്തി. നിരവധി കൊലപാതകങ്ങളും മോഷണവും കൊള്ളയടിയും നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കിയിരുന്ന ചാൾസ് ശോഭരാജ് തൻ്റെ ഉള്ളിലെ ചെകുത്താനെ താൽക്കാലികമായി ഉറക്കി ഫ്രാൻസിൽ തൻ്റെ വാർദ്ധക്യത്തിൽ സ്വസ്ഥമായി കഴിയുകയാണിപ്പോൾ. എന്നാൽ ഒരു പാമ്പ് എത്ര വയസ്സായാലും അതിൻ്റെ വിഷം ഒരിക്കലും വറ്റിപ്പോവുകയല്ല. പുതിയ പ്രഭാതങ്ങൾ ചാൾസ് ശോഭരാജിൻ്റെ പുതിയ ഇരകളായി ആരും വരാതിരിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ചാൾസ് ശോഭരാജിൻ്റെ ജീവിതകഥ നമുക്കിവിടെ അവസാനിപ്പിക്കാം. വളരെ വ്യത്യസ്ത അറിവുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വച്ചോളൂ. അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. പുതിയ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ഇറ്റ്സ് മീ അനീഷ് റോബിൻസൺ സൈനിങ് ഓഫ്.